ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ടൈം. ഇന്ന് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ സെക്കൻഡ് യൂണിറ്റ് വിങ്സ് ആൻഡ് വീൽസ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 പ്രോസും 2 പോയവുമാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ പ്രോസിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, ഹാവ് യു ഹിയർഡ് ഓഫ് റോബിൻസൺ ക്രൂസോ? റോബിൻസൺ ക്രൂസോ ഈസ് എ ക്യാരക്ടർ ഓഫ് ഡൈനൽ ഡിഫോയ്സ് നോവൽ The Life and Adventures of Robinson Crusoe, published in the year 1990. 1919 പബ്ലിഷ് ചെയ്തിട്ടുള്ള ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചറസ് ഓഫ് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് റോബിൻസൺ ക്രൂസോ. നൗ റീഡ് ദ ഫോളോവിങ് എക്സ്ട്രാക്ട് ഓഫ് റോബിൻസൺ ക്രൂസോ ഡയറി. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി ഇവിടെ വായിക്കാം. Poor miserable Robinson Crusoe, being shipwrecked during a dreadful storm, came ashore on this dismal, unfortunate island, which I called the Island of Despair. അപ്പം അദ്ദേഹം ഒരു ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട റോബിൻസൺ ക്രൂസോയാണ്. ഒരു കപ്പൽ തകർച്ചയിൽ, നല്ല കൊടുങ്കാറ്റ്, ഭീകരമായ ഒരു കാറ്റിൽ അദ്ദേഹത്തിൻ്റെ കപ്പൽ തകർന്നിട്ട് അദ്ദേഹം ഒരു ശോകാകുലമായ തീരത്ത്, ഒരു അൺഫോർച്ചുനേറ്റ് ഐലൻഡ്, ഒരു നിർഭാഗ്യകരമായ ദ്വീപിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഷിപ്സ് കമ്പനി ബീൻ ഡ്രൗണ്ട് ആൻഡ് മൈസെൽഫ് ഓൾമോസ്റ്റ് ഡെഡ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി യാത്രക്കാർ, ഷിപ്സിലെ കമ്പനിക്കാരെല്ലാം മുങ്ങിയിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിലോ ഈ മരണത്തോട് ഏതാണ്ട് മരണത്തെ കണ്ടിരിക്കുകയാണ്, മരണത്തോടടുത്തിരിക്കുകയാണ്. All the rest of the day I spent in afflicting myself at the dismal circumstance. അപ്പം ഐ വാസ് ബ്രോട്ട് ടു, ഈ ഒരു വിഷമകരമായ, വിഷമമുണ്ടാക്കുന്ന ഈ ഒരു സമയത്ത്, ഈ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് കണ്ടിരിക്കുകയാണ്. ഐ ഹാഡ് നൈദർ ഫുഡ്, ഹൗസ്, ക്ലോത്ത്സ് നോർ വെപ്പൺസ്. ആയുധം, വസ്ത്രം, വീട്, ഭക്ഷണം ഇതൊന്നും ഇല്ല. ഇൻ ഡിസ്പയർ ഐ സോ നത്തിങ് ബട്ട് ഡെത്ത് ബിഫോർ മീ. മരണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്. ഇതർ ദാറ്റ് ഐ ഷുഡ് ബി ഡിവോർഡ് ബൈ എ വൈൽഡ് ആനിമൽ, മർഡേഡ് ബൈ സാവേജസ്, ഓർ സ്റ്റാർവ്ഡ് ടു ഡെത്ത് ഫോർ വാണ്ട് ഓഫ് ഫുഡ്. ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന്, അല്ലെങ്കിൽ ഈ കാട്ടുവാസികളെ കൊണ്ട്, മനുഷ്യന്മാരെ ഭക്ഷിക്കുന്ന കാട്ടാളന്മാർ, അവരാലോ അല്ലെങ്കിൽ വൈൽഡ് ആനിമലിനാലോ ഒക്കെ അദ്ദേഹം മരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡെത്ത്. അതിങ്ങനെ കണ്ടിരിക്കുകയാണ്. അറ്റ് ദ അപ്രോച്ച് ഓഫ് നൈറ്റ് ഐ സ്ലെപ്റ്റ് ഇൻ എ ട്രീ ഫോർ ഫിയർ ഓഫ് വൈൽഡ് ക്രിയേച്ചേഴ്സ്, ബട്ട് സ്ലെപ്റ്റ് സൗണ്ട്ലി തോ ഇറ്റ് റൈൻ ഓൾ നൈറ്റ്. അങ്ങനെ രാത്രി അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ കിടന്നു. വൈൽഡ് ആനിമൽസിനൊക്കെ പേടിച്ചിട്ടാണ് കിടക്കുന്നത്. നല്ല മഴയുള്ള രാത്രിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം സ്ലെപ്റ്റ് സൗണ്ട്ലി, നല്ല ഗാഢമായി അദ്ദേഹം ഉറങ്ങിയിരുന്നു രാത്രി. വാട്ട് ഹാപ്പൻ ടു റോബിൻസൺ ക്രൂസോ? വാട്ട് ഡസ് ഹി കോൾ ദ ഐലൻഡ് ഓഫ് ഡിസ്പയർ? എന്താണ് റോബിൻസൺ ക്രൂസോക്ക് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ടു റോബിൻസൺ ക്രൂസോ? അതിൽ ഡയറിയിൽ പറയുന്നുണ്ടല്ലേ, അദ്ദേഹത്തിൻ്റെ കപ്പൽ തകർന്നു, അദ്ദേഹം ഒരു ശോകാകുലമായ ഒരു ദ്വീപിലകപ്പെട്ടു, ആരുമില്ലാത്തൊരു ദ്വീപിലകപ്പെട്ടു. വൈ ഡസ് ഹി കോൾ ദ ഐലൻഡ് ഓഫ് ഡിസ്പയർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? വാട്ട് ഡു യു തിങ്ക് മൈറ്റ് ബി ദ ഫീലിംഗ് ഓഫ് എ മാൻ ഹു ഈസ് അലോൺ ഇൻ എ ഡിസേർട്ട് ഐലൻഡ്? ഒരു തരിശായ, ജനവാസമില്ലാത്തൊരു ഐലൻഡിൽ അകപ്പെട്ട ഒരു വ്യക്തിയുടെ ഫീലിംഗ് എങ്ങനെയായിരിക്കും എന്താണ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇതുപോലെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രാവലിംഗ് കഥകളുണ്ട്. ജൊനാഥൻ സ്വിഫ്റ്റിനെ പോലത്തെ നല്ല സാഹിത്യകാരന്മാരുടെ, അതൊക്കെ കിട്ടുന്ന കഥകളൊക്കെ നന്നായി വായിക്കണം. കഥകളും നോവലുകളും ഇതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ നന്നായി വായിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഓക്കെ. എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ. ഇവിടെ ഒരു കപ്പൽ തകർന്നിട്ടുണ്ടല്ലേ, അതുപോലെ നാവികൻ. The story of a shipwrecked sailor tell the saga of Luis
Alejandro Velasco, a 20 years old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. Clinging to a life raft without food and water, he survived 10 days on the open sea. What happened to Valasco and his shipmates? Read the following extract from the novella and find out what happened to them. അപ്പം ഇതിൽ സംഭവം നടക്കുന്നത് കരീബിയൻ സീയിലാണ്. എപ്പോഴാണ് നടക്കുന്നത്? ഫെബ്രുവരി 28, 1955. ഒരു 20 വയസ്സുള്ള നാവികനെക്കുറിച്ച്, സെയിലറെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, വലസ്കോ. അദ്ദേഹം 10 ദിവസത്തോളം വെള്ളമോ അതുപോലെ ഭക്ഷണമോ ഇല്ലാതെ സർവൈവ് ചെയ്തിട്ടുണ്ട് 10 ദിവസത്തോളം. അപ്പോൾ വാട്ട് ഹാപ്പൻ ടു വലസ്കോ ആൻഡ് ഹിസ് ഷിപ്പ്മേറ്റ്സ്? വലസ്കോക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികർക്കും എന്ത് സംഭവിച്ചു? റീഡ് ദ ഫോളോവിങ് എക്സ്ട്രാക്ട് ദ നൊവല്ല ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദം എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പാഠത്തിലേക്ക് കടക്കാം. My first impression was that I was utterly alone in the middle of the ocean. എൻ്റെ നടുക്കടലിൽ ഞാൻ തികച്ചും ഒറ്റക്കാണെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ധാരണ. The ship plunged into an abyss and disappeared. കപ്പൽ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് താഴ്ന്ന് അപ്രത്യക്ഷമായി. I had no idea what was happening. എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയുമില്ല, ഒരു ധാരണയുമില്ല. I took hold of one of the bobbing crates and stupidly began to contemplate the sea. പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മരപ്പെട്ടി, അതിൽ പിടിച്ച് ഞാൻ ശ്രദ്ധാപൂർവം കടലിൽ നോക്കി. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ. അതൊരു തെളിഞ്ഞ ദിവസമായിരുന്നു. Except for the choppy waves produced by the wind and the cargo scattered across the surface, there was no evidence of a shipwreck. കടലിൻ്റെ ചെറിയ പ്രക്ഷുബ്ധതയും അതുപോലെ തന്നെ ചിതറിക്കിടക്കുന്ന കടൽ ചരക്കുകളും ഒഴിച്ചാൽ കപ്പൽ തകർച്ചയുടെ ലക്ഷണങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അതിൻ്റെ തെളിവൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ധാരണ, തോന്നൽ എന്നൊക്കെയാണ്. അറ്റേർലി പറഞ്ഞാൽ തികച്ചും പൂർണ്ണമായും എന്നാണ്. പ്ലങ്ഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളത്തിൽ താഴുന്നതിനാണ്. അബിസ് എന്ന് പറഞ്ഞാൽ ആഴം, അഗാധത. ബോബിംഗ് എന്ന് പറഞ്ഞാൽ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതിനാണ്. സ്റ്റുപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ ധാരണാശേഷിയില്ലാതെ. ക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ മരപ്പെട്ടിക്കാണ്, ലാർജ് വുഡൻ കണ്ടെയ്നർക്കാണ് ക്രാറ്റ്സ് എന്ന് പറയുന്നത്. ചോപ്പി എന്ന് പറഞ്ഞാൽ അല്പം ക്ഷോഭിച്ച. കാർഗോ എന്ന് പറഞ്ഞാൽ കപ്പൽ ചരക്കിനാണ് കാർഗോ, കപ്പൽ ചരക്കിന്. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുന്ന, എവിഡൻസ്, പ്രൂഫ്, തെളിവ്. Soon I began to hear shout nearby. പെട്ടെന്ന് സമീപത്തായി ഉറക്കെയുള്ള വിളികൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. Through the sharp whistling of wind, I recognized the voice of Giulio Amanto Carabello. അപ്പോൾ കാറ്റിൻ്റെ നിശിതമായ ചൂളം വിളി, വിസിലിംഗ്, അതിൻ്റെ ഇടയിലൂടെ, ആ വിളികൾക്കിടയിലൂടെ ജൂലിയോ അമാൻഡർ കാരബെല്ലോയുടെ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. ദ ടോൾ വെൽ ബിൽറ്റ് ഓഫീസർ ഹു വാസ് യെല്ലിംഗ് അറ്റ് സംവൺ ഫാറ്റ്സോ ഹോൾഡ് ദെയർ. നല്ല ദീർഘകായൻ എന്ന് പറഞ്ഞാൽ നല്ല നീണ്ടിട്ടുള്ള ആളെ കുറിച്ചാണ് ടാൾ എന്ന് പറയാം. അതുപോലെ നല്ല ആരോഗ്യ ദൃഢഗാത്രനുമായ അദ്ദേഹം, വെൽ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ആൾക്ക്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം ആരോടോ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഫാറ്റ്സോ ഹോൾഡ് ദെയർ, തടിയ അവിടെ നിൽക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു.
ഫാറ്റ്സോ ഹോൾഡർ എന്ന് പറഞ്ഞാൽ തടിയ അവിടെ പിടിച്ചോ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക, പിടിച്ചു വെക്കുന്നതിനാണ് ഹോൾഡ് എന്ന് പറയുക. ഇറ്റ് വാസ് ആസ് ഇഫ് ഇൻ ദാറ്റ് ഇൻസ്റ്റൻസ് ഐ ഹാഡ് അവൈക്കൺ ഫ്രം എ മൊമെൻറ്റ്സ് ഡീപ്പ് സ്ലീപ്പ്. ഒരു നിമിഷ നേരത്തെ ഗാഠമായ നിദ്രയ്ക്കു ശേഷം ഞാൻ പെട്ടെന്ന് ഉണർന്നതുപോലെയായിരുന്നു. ഇറ്റ് ഡൗൺ മീ ദാറ്റ് ഐ വാസ് ഇൻ അലോൺ ഇൻ ദ സീ. കടലിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധം എന്നിൽ ഉദിച്ചു. There, only a few meters away, my mates were shouting to one another and trying to stay afloat. അവിടെ ഏതാനും മീറ്ററുകൾക്ക് അകലെ എൻ്റെ സഹയാത്രികരായിട്ടുള്ള ആളുകൾ അവരിങ്ങനെ ഉച്ചത്തിൽ വിളിക്കുകയും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. Quickly I began to think I couldn't swim in just any direction. പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു ദിശയിലേക്കും നീന്താൻ എനിക്ക് കഴിയില്ല. I knew we were about 50 miles from Cartagena, but I was not yet frightened. ഞങ്ങൾ കാർട്ടാജീനയിൽ നിന്ന് ഏതാണ്ട് 50 മൈൽ അകലെയായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്. ഞാൻ ഭയപ്പെട്ടിട്ടില്ല. ഫോർ എ മൊമെൻറ്റ് I thought I could hold on to the cries indefinitely until help arrived. സഹായം എത്തുന്നതുവരെ ആ മരപ്പെട്ടിയിൽ മരപ്പെട്ടിയിൽ അനിശ്ചിതമായി പിടിച്ചിരിക്കാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ഇറ്റ് വാസ് റീഅഷ്വറിംഗ് ടു നോ ദാറ്റ് ഓൾ അറൗണ്ട് മീ അതർ സെയിലർ were in the same predicament. എൻ്റെ ചുറ്റുമുള്ള സഹയാത്രികരെല്ലാം ഇതേ വിഷമാവസ്ഥയിലാണെന്നതറിഞ്ഞ് ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. പ്രെഡിക്കമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി, വിഷമസ്ഥിതി ഒക്കെയാണ് പ്രെഡിക്കമെൻ്റ്. ദാറ്റ് വാസ് വെൻ ഐ സോ ദ റാഫ്റ്റ്. അപ്പോഴാണ് ഞാൻ ആ ചെങ്ങാടം കണ്ടത്. ദർ were 2 life raft about 7 meters apart. They appeared unexpectedly on the crest of a wave near where my mates were calling out. There were 2 life raft about 7 meters apart. ഏതാണ്ട് ഒരു 7 മീറ്റർ അകലെ വിട്ട് 2 ചെങ്ങാടങ്ങളുണ്ടായിരുന്നു. They appeared unexpectedly on the crest of a wave near where my mates were calling out. എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നതിനടുത്താണ് തിരയുടെ മുകളിൽ അപ്രതീക്ഷിതമായിട്ട് അവ പ്രത്യക്ഷപ്പെട്ടത്. It seemed odd that none of them could reach the life raft. എനിക്ക് അതിശയകരമായി തോന്നിയത് അവരിൽ ആർക്കും തന്നെ ആ ജീവൻ രക്ഷാ ചങ്ങാടത്തിലെ അരികിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. In an instant, one of the raft disappeared from view. ഒരു നിമിഷത്തിനുള്ളിൽ ആ ചെങ്ങാടം കാഴ്ചയിൽ നിന്നും മറഞ്ഞുപോയി. I couldn't decide. I found myself swimming toward the one I could see, which was moving further away from me. ഏതാണ് എന്നിൽ നിന്ന് കൂടുതൽ അകലെ എന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ കണ്ടതിന് നേരെ ഞാൻ നീന്തി. I swam for about 3 minutes. ഏതാണ്ട് ഒരു 3 മിനിറ്റ് ഞാൻ നീന്തി. I lost sight of the raft momentarily, but I so careful not to lose my bearings. അങ്ങനെ 3 മിനിറ്റ് ഞാൻ നീന്തിയപ്പോൾ അല്പനേരത്തേക്ക് ആ ചെങ്ങാടം എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. പക്ഷെ ഞാനൊരു കുഴപ്പമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. Suddenly a rough wave pushed the raft alongside me. പെട്ടെന്നാണ് ഉഗ്രമായൊരു തിര ചെങ്ങാടങ്ങളെ എൻ്റെ അരികത്തേക്ക് തള്ളി നീക്കി.
It was huge, white and empty. അത് വലിയ വെളുത്ത ശൂന്യമായൊരു തിരമാലയായിരുന്നു. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റഗിങ് ആൻഡ് ജംപ് അബോർഡ്. പായ്മരത്തിൽ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് ചാടി. ഐ മേഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ. മൂന്നാമത്തെ തവണ ആ ചങ്ങാടത്തിൽ കയറി. വൺസ് ഓൺ ദ റാഫ്റ്റ്, ഫൈൻഡിങ് whipped by the wind, immobilized and freezing, I found it hard to sit up. നല്ല ശക്തമായ കാറ്റും തണുപ്പും മരവിപ്പും ശൈത്യവും കൊണ്ട് നേരെ ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടായി തോന്നി. Then I saw 3 of my mates near the raft trying to reach it. അപ്പോൾ എൻ്റെ 3 സുഹൃത്തുക്കൾ ചങ്ങാടത്തിനരികിൽ അതിൽ പിടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായി ഞാൻ കണ്ടു. ലൈഫ് റാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ജീവൻ രക്ഷാ ചങ്ങാടങ്ങൾക്കാണ് ലൈഫ് റാഫ്റ്റ് എന്ന് പറയാം. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിനാണ്. ദ വൈറ്റ് ടോപ്പ് ഓഫ് എ ലാർജ് വേവ്സ്. സീംഡ് എന്ന് തോന്നുക. ഓഡ് എന്ന് പറഞ്ഞാൽ വിചിത്രമായ, അസാധാരണമായ. ODD, ഓഡ്. ലോസ്റ്റ് സൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാതെ, നമ്മുടെ സൈറ്റിൽ നിന്ന് നഷ്ടപ്പെടുക. ലോസ്റ്റ് സൈറ്റ്. മൊമെൻറ്റേർലി എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്ക്. സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാധ്വാനം, കഠിനാധ്വാനം, പരിശ്രമം. ഗ്രാബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കടന്നു പിടിക്കുന്നതിനാണ്. റിഗിങ് എന്ന് പറഞ്ഞാൽ കപ്പൽ പായ്മരം. അബോർഡ് കപ്പൽ. ഐ മെയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഐ സക്സീഡഡ് ഇൻ ഇറ്റ്. എമോബിലൈസ് എന്ന് പറഞ്ഞാൽ നിശ്ചലമാക്കപ്പെട്ട. എമോബിലൈസ്. ഇനി നെക്സ്റ്റ് 4ാമത്തെ ഭാഗം. ഐ റെക്കഗ്നൈസ്ഡ് ദം ഇമ്മീഡിയറ്റ്ലി. കാസ്റ്റിലോ ഹാഡ് എ ഫേം ഗ്രിപ്പ് അറൗണ്ട് കെറബെല്ലോസ് നെക്ക്. ഞാൻ പെട്ടെന്ന് അവരെ തിരിച്ചറിഞ്ഞു. കാസ്റ്റിലോ കരബെല്ലയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. Carabello, who had been on watch when the accident occurred, was wearing his life jacket. അപകടമുണ്ടായപ്പോൾ ഡ്യൂട്ടിയിലായിരുന്ന കരബെല്ലോ മറ്റേ ജാക്കറ്റ് അത് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഹിയൾഡ്, അദ്ദേഹം ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റിലോ മുറുകെ പിടിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ദ ഫ്ലോട്ടഡ് അമിഡ് ആൻഡ് സ്കാറ്റേർഡ് കാർഗോ അബൌട്ട് 10 meters അവേ. ഏതാണ്ട് 10 മീറ്റർ അകലെ ചിതറിക്കിടന്ന ചരക്കുകൾക്കിടയിൽ അവർ ഒഴുകി നടക്കുകയാണ്. ഓൺ ദ അതർ സൈഡ് was Luis Alejandro trying to stay above water with his headphone aloft in his right hand. മറുവശത്ത് റാഞ്ചിഫോ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ അയാളുടെ ഹെഡ്ഫോൺ വലത് കൈയിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. He had stripped off his shirt so that he could swim better. അയാൾ നല്ല എളുപ്പത്തിൽ അനായാസം നീന്തുവാൻ ഷർട്ട് ഊരിമാറ്റിയിരുന്നു. ബട്ട് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു. ഈവൻ ഇഫ് ഐ ഹാഡൻറ്റ് സീൻ ഹിം ഐ വുഡ് ഹാവ് റെക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ, ഫാറ്റ്സോ പാഡിൽ ഓവർ ഹിയർ. ഞാൻ അയാളെ കണ്ടില്ലായിരുന്നുവെങ്കിൽ തടിയ ഇങ്ങോട്ട് വാ എന്ന അയാളുടെ ഉച്ചത്തിലുള്ള വിളി എനിക്ക് തിരിച്ചറിയുമായിരുന്നു. അലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എന്നാണ്, അപ്വാർഡ്. സ്ട്രിപ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റുക എന്നാണ് അർത്ഥം. ഐ ക്വിക്ക്ലി ഗ്രാബ്ഡ് ദ ഓർ ആൻഡ് ട്രൈ ടു ഗെറ്റ് ക്ലോസർ ടു ദ മാൻ. ഞാൻ പെട്ടെന്ന് തുഴകൾ എടുത്ത് അവരുടെ അടുത്തേക്കെത്താൻ ശ്രമിച്ചു. കരബെല്ലോ വിത്ത് കാസ്റ്റിലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക് നിയർ ദ റാഫ്റ്റ്. അങ്ങനെ
കരബലോ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന കാസ്റ്റിലയോട് കൂടി ചങ്ങാടത്തിനരികിലെത്തി. Much further away, looking small and desolate, was a force of my mates, Roman Herrera, who was waving at me while he held on to a crate. അപ്പോൾ കുറെ കൂടി അകലെ ഒരു ചെറു രൂപത്തിലിങ്ങനെ ദുഃഖിതനായി എൻ്റെ നാലാമത്തെ സുഹൃത്ത്, ആരാണത്? രാമോൺ ഹെരേര, അദ്ദേഹത്തെ കാണപ്പെട്ടു. അദ്ദേഹം ഒരു മരപ്പെട്ടിയിൽ പിടിച്ചുകൊണ്ട് എൻ്റെ നേരെ ഇങ്ങനെ കൈവീശുന്നുണ്ടായിരുന്നു. If I had to decide, I wouldn't have known which of my mates to go after first. ഏത് സുഹൃത്തിൻ്റെ അടുത്തേക്ക് ആദ്യം പോകണമെന്ന് അത് തീരുമാനിക്കേണ്ടി വരുന്നുവെങ്കിൽ എനിക്കറിയാൻ പാടില്ല ആരുടെ അടുത്ത് ആദ്യം പോകുമെന്നുള്ളത്. ബട്ട് വെൻ ഐ സോ ഹെരേര, ഞാൻ ഹെരേരയെ കണ്ടപ്പോൾ, ദ ഹാപ്പി യങ് മാൻ ഫ്രം അർജോന ഹു ഹാഡ് ബീൻ വിത്ത് മീ ഓൺലി എ ഫ്യൂ മൊമെൻറ്റ് ബിഫോർ, ഐ ബിഗാൻ ടു പാഡിൽ ഫ്യൂരിയസ്ലി. പക്ഷെ ഞാൻ അർജോനയിൽ നിന്ന് വന്നിരിക്കുന്ന, എപ്പോഴും സന്തോഷവാനായിരിക്കുന്ന, അല്പസമയം മുമ്പ് വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായ നമ്മുടെ ഹെരേരയെ, അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ സർവശക്തിയുമെടുത്ത് ഭ്രാന്തമായിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് തുഴയാൻ തുടങ്ങി. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. It was very heavy in that lurching sea. ചങ്ങാടമാണെങ്കിൽ ഏറെക്കുറെ 2 മീറ്റർ അകലെയായിരുന്നു. ഈ ഇളകി മറിയുന്ന കടലിൽ തുഴയുന്നത് വളരെ പ്രയാസമായിരുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. And I had to row against the wind. എനിക്ക് കാറ്റിനെതിരെ തുഴയേണ്ടതായിട്ടും വന്നു. I don't think I managed to advance more than a meter. 1 മീറ്റർ കൂടുതൽ മുന്നേറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Desperate, I looked around once more and saw that Herrera had disappeared. നിരാശനായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. പക്ഷേ അപ്പോഴേക്കും ഹെരേര അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. Only Ranjifo was swimming confidently toward the raft. റാഞ്ചിഫ മാത്രം ആത്മധൈര്യത്തോടെ ചങ്ങാടത്തിനു നേരെ നീന്തുന്നുണ്ടായിരുന്നു. I was sure he would make it. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ കയറിപ്പറ്റുമെന്ന്. I had heard him snoring below my bunk and I was conceived that his serenity was stronger than the sea. എൻ്റെ കിടക്കയുടെ താഴെയാണ് അദ്ദേഹം കിടന്നിരുന്നത്. ആ കിടക്കയിൽ കിടന്ന് അയാളുടെ കൂർക്കം വലിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയാളുടെ ഹിസ് സെറിനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. അയാളുടെ ശാന്തത കടലിൻ്റെ ശാന്തതയേക്കാൾ ശക്തിയുള്ളതായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇൻ കോൺട്രാസ്റ്റ്, അപ്പോൾ മറുവശത്ത് Carabello was struggling with Castillo so that Castillo wouldn't let go of his neck. കാസ്റ്റിലോ കരബെലോയുടെ കഴുത്തിൽ നിന്നും വിട്ടുപോകാതിരിക്കാനായി പരിശ്രമിക്കുകയായിരുന്നു. They were less than 3 meters away. 3 മീറ്ററിൽ താഴെയായിരുന്നു അവരുമായുള്ള അകലം. I figured that if they go just a little closer, I could hold out an oar for them to grab. അവർ കുറച്ചുകൂടി അടുത്ത് വന്നിരുന്നുവെങ്കിൽ ഒരു തുഴ അവർക്ക് നീട്ടിക്കൊടുക്കാമായിരുന്നു എന്നിങ്ങനെ വിചാരിച്ചു. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ് a gigantic wave lifted the raft, and from the top of the huge crest I could see the mast of the small ship heading away from me. പക്ഷെ അങ്ങനെ വിചാരിച്ചെങ്കിലും ഒരു വലിയ തിര ചങ്ങാടത്തെ മേലോട്ടുയർത്തി. ആ പായ്മരം എന്നിൽ നിന്ന് അകലുന്നത്, എതിർദിശയിലേക്ക് മറിയുന്നത് ആ തിരയുടെ മുകളിൽ ചങ്ങാടത്തിലിരുന്നു കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു.
വെൻ ഐ കെയിം ഡൗൺ അഗെയിൻ, അങ്ങനെ തിര ഒക്കെ താഴ്ന്നപ്പോൾ, ഞാൻ താഴ്ന്നു വന്നപ്പോൾ, കെരബല്ലോ ഹാഡ് വാനിഷ്ഡ് വിത്ത് കാസ്റ്റിലോ ഹാങ്കിങ് ഓൺ ടു ഹിസ് നെക്ക്. കാരബലോ കഴുത്തിൽ പിടിച്ചു തൂങ്ങിക്കിടന്നിരുന്ന കാസ്റ്റിലയോടൊപ്പം അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. Alone 2 meters away, Ranjifo was still swimming calmly toward the raft. ഒരു 2 മീറ്റർ അകലെ ഏകനായി റാഞ്ചിഫോ അപ്പോഴും ശാന്തമായി ചങ്ങാടത്തിനടുത്തേക്ക് നീന്തുന്നുണ്ടായിരുന്നു. ഫിഗേർഡ് എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുക. ജൈഗാൻറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ വലിയ, ഭീകരമായ എന്നൊക്കെയാണ് അർത്ഥം. ഇനി അടുത്തത് 8ാമത്തെ. ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സേർഡ് തിങ്. ഈ അബദ്ധം എന്തിന് ചെയ്തു എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്താണ് അബദ്ധം? നോയിങ് ഐ കുഡിൻറ്റ് മൂവ് ഫോർവേഡ്, ഐ പുട്ട് ദ ഓർ ഇൻ ദ വാട്ടർ ആസ് തോ ട്രൈങ് ടു പ്രിവെൻറ്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിങ്, ട്രൈങ് ടു ആങ്കർ ഇറ്റ് ഇൻ പ്ലേസ്. ചങ്ങാടം മുമ്പോട്ട് നീങ്ങില്ല എന്നറിയാമായിരുന്നിട്ടും അത് നീങ്ങാതിരിക്കാനെന്ന പോലെ അതുപോലെ തന്നെ സ്ഥിരമായി നിർത്താനാകുമെന്ന പോലെ ഞാനിങ്ങനെ വെള്ളത്തിലിട്ട്, അത് നീങ്ങില്ല എന്നൊക്കെ അറിയാം, അവിടെ നിർത്താനും കഴിയില്ല എന്നൊക്കെ അറിയാം, ഇങ്ങനെ അറിഞ്ഞിട്ടും ഞാനിങ്ങനെ വെള്ളത്തിലിടാണ്. ഈ അബദ്ധം എന്തിന് ചെയ്തു എന്ന് എനിക്കറിയില്ല. റാഞ്ചിഫോ എക്സിസ്റ്റഡ് paused a moment, then raised his arm as he had when he held his headphone aloft and shouted again, "Fatso, row over here." റാഞ്ചിഫോ ഇപ്പോൾ അത്യധികം നന്നായി തളർന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഹെഡ്ഫോൺ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴത്തെ പോലെ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "ഫാറ്റ്സോ, റോ ഓവർ ഹിയർ." തടിയ, ഇങ്ങോട്ട് തുഴഞ്ഞുവ. വളരെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും. ദെൻ വിൻഡ് വാസ് ബ്ലോയിങ് ഫ്രം ഹിസ് ഡിറക്ഷൻ. നമ്മുടെ റാഞ്ചിഫയുടെ ദിശയിൽ നിന്നായിരുന്നു കാറ്റ് വീശിക്കൊണ്ടിരുന്നത്. ഐ യെൽഡ് ദാറ്റ് ഐ കുഡിൻറ്റ് റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്, ദാറ്റ് ഹീ ഷുഡ് മേക്ക് അനദർ ട്രൈ. കാറ്റിനെതിരായി തുഴയാൻ പറ്റില്ലെന്നും അതുകൊണ്ട് അയാൾ വീണ്ടും ഒരു ശ്രമം കൂടി നടത്തണമെന്നും ഞാനിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബട്ട് ഐ ഫെൽറ്റ് ഹി ഹാഡിൻറ്റ് ഹിയേർഡ് മീ. പക്ഷേ ഞാൻ പറഞ്ഞത് അയാൾ കേട്ടില്ലെന്ന് എനിക്ക് തോന്നി. ദ ക്രാറ്റ്സ് ഓഫ് കാർഗോ ഹാഡ് ഡിസപ്പിയേർഡ്. ആ മരപ്പെട്ടികൾ അവിടുന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ദ ലൈഫ് റാഫ്റ്റ് ഡാൻസ്ഡ് ഫ്രം സൈഡ് ടു സൈഡ്, ബെറ്റേർഡ് ബൈ ദ വേവ്സ്. ആ രക്ഷാ ചങ്ങാടങ്ങൾ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടി. ഇൻ ആൻ ഇൻസ്റ്റൻറ്റ് ഐ വാസ് 5 meters away ഫ്രം റാഞ്ചിഫോ. പെട്ടെന്ന് ഞാൻ റാഞ്ചിഫോയിൽ നിന്നും ഒരു 5 മീറ്റർ അകലെയായി. ഹാഡ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ഹിം. അദ്ദേഹത്തെ കാണാതെയായി, കാഴ്ചയിൽ നിന്നും അയാൾ പോയി. ബട്ട് ഹി അപ്പിയർഡ് ഇൻ അനദർ സ്പോട്ട്, സ്റ്റിൽ നോട്ട് പാനിക്കിങ്, ഡക്കിങ് അണ്ടർ വാട്ടർ ടു പ്രിവെൻറ്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അവേ. പക്ഷെ അദ്ദേഹം ഒരു ഭയവുമില്ലാതെ, പേടിയൊന്നുമില്ലാതെ തിരമാലകൾ അകലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുങ്ങി മറ്റൊരിടത്ത് പൊങ്ങി അങ്ങനെ നിൽക്കുകയാണ്. ഐ സ്റ്റുഡ് അപ്പ് ഹോൾഡിങ് ഔട്ട് ദ ഓർ ഹോപ്പിംഗ് റാഞ്ചിഫോ കുഡ് ഗെറ്റ് ക്ലോസ് ഇനഫ് ടു റീച്ച് ഇറ്റ്. ഞാൻ എഴുന്നേറ്റ് നിന്ന് റാഞ്ചിഫോക്ക് തുഴ പിടിക്കാൻ കഴിയുന്നത്ര അടുത്തു വരാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തുഴങ്ങനെ നീട്ടിപ്പിടിച്ചു. ബട്ട് ദെൻ ഐ കുഡ് സീ ഹി വാസ് ലോസിങ് ഹേർട്ട്. ഹി കോൾഡ് ടു മീ അഗെയിൻ സിങ്കിങ്, "ഫാറ്റ്സോ, ഫാറ്റ്സോ." പക്ഷെ അദ്ദേഹം അപ്പോൾ നല്ല ക്ഷീണിതനും ആത്മധൈര്യം നഷ്ടപ്പെട്ടവനുമായി മുങ്ങിക്കൊണ്ട് അയാളിങ്ങനെ വിളിച്ചു,
ഫാറ്റ്സോ എന്ന് അയാളിങ്ങനെ വിളിച്ചു. ഐ ട്രൈഡ് ടു റോ ബട്ട് ഐ വാസ് ആസ് ഹോപ്പ്ലെസ് ആസ് ദ ഫസ്റ്റ് ടൈം. ഞാനിങ്ങനെ തുഴയാൻ ശ്രമിച്ചു, പക്ഷെ അത് ആദ്യത്തേതുപോലെ തന്നെ നിരാശാജനകമായിരുന്നു. I made a last try so that Ranjifo could reach the oar, but the raised hand, which a few minutes earlier had been trying to keep the headphones from sinking, sank forever less than 2 meters from the oar. റാഞ്ചിഫോക്ക് പിടിക്കാനായി ഞാനൊരു അവസാന ശ്രമം കൂടി നടത്തി. പക്ഷേ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഹെഡ്ഫോൺ മുങ്ങിപ്പോകാതെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആ കൈ തുഴയിൽ നിന്ന് 2 മീറ്റർ താഴെ അകലത്തിൽ എന്നേക്കുമായി മുങ്ങിപ്പോയി. ഇനി ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു വെരി മച്ച്. എടുത്ത പാഠങ്ങൾ നന്നായി വായിച്ച് കിട്ടാത്ത വാക്കുകളൊക്കെ എഴുതി വെച്ച് അർത്ഥം പഠിക്കണം. ഓക്കെ, താങ്ക് യു.